ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മൾ തമിഴിലും കാലൊക്കെ കണ്ട പോലെ തന്നെ നമ്മൾ പറയാൻ പോകുന്നത് കുറച്ച് ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡാണ്. നിങ്ങൾക്ക് ആക്ച്വലി ഫെബ്രുവരി 2024 അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡുകളാണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും 2024 ഒരു മിഡിൽ തൊട്ട് തന്നെ നമുക്ക് ക്രെഡിറ്റ് കാർഡുകൾക്ക് അപ്രൂവൽ റേറ്റൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതായത് RBIയുടെ സൈഡിൽ നിന്ന് തന്നെ ഒരു ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത്യാവശ്യം ഫുൾ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് നമുക്ക് ഇനി ക്രെഡിറ്റ് കാർഡ് കിട്ടുള്ളൂ. പണ്ടത്തെ പോലെ അത്രയ്ക്ക് അങ്ങോട്ട് ഈസി അല്ല ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അപ്രൂവൽ റേറ്റ് ഭയങ്കര കുറവാണ്. ഞാൻ എപ്പോഴും എടുത്തെടുത്ത് പറയാറുള്ളതാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി നമ്മുടെ ഈ പറയുന്ന ക്രെഡിറ്റ് കാർഡുകളിലൊക്കെ നമ്മുടെ റെഫറൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് സെറ്റപ്പിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അത് നമ്മുടെ ലിങ്ക് ത്രൂ അപ്ലൈ ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും കിട്ടാം. അപ്പോൾ ഏതൊക്കെ കാർഡുകളാണ് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ എൻ്റെ പേര് അജയ്. ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. നമ്മുടെ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസിലാണ്, ക്വാളിഫൈഡ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സർട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ സർട്ടിഫിക്കേഷൻസ് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ റീസെൻ്റ് നമ്മുടെ NISM സർട്ടിഫിക്കേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ SEBIയുടെ. അപ്പോൾ നമുക്ക് എന്തായാലും ഡീറ്റെയിൽസിലേക്ക് പോകാം. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ IndusInd ബാങ്കിൻ്റെ പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡാണ്. ഇത് ആക്ച്വലി ഇപ്പോൾ നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എൻട്രി ലെവൽ കാർഡ് എന്നൊക്കെ വേണമെങ്കിൽ സാധനം പറയാട്ടോ. ഈ പറയുന്ന ഞാനത് ക്വിക്കായിട്ട് ജസ്റ്റ് പറഞ്ഞു വന്നു വെച്ചാൽ കുറച്ചധികം കാർഡുകൾ ഇപ്പോൾ നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര ലെങ്തി ആക്കി വലിക്കുന്നില്ല. എന്ന് വെച്ചാൽ ഈ പറയുന്ന കാർഡുകളിലൊക്കെ നമുക്ക് സെപ്പറേറ്റ് നമ്മൾ വീഡിയോ ഓൾറെഡി ഇട്ടേക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ലെങ്ത് ആയിട്ട് ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞു പോകുന്നില്ല കേട്ടോ. അപ്പോൾ പ്ലാറ്റിനം നമ്മുടെ IndusInd ബാങ്കിൻ്റെ പ്ലാറ്റിനം കാർഡ്, പ്രത്യേകിച്ച് നിങ്ങൾക്ക് IndusInd ബാങ്കിൻ്റെ ഏതെങ്കിലും സീറോ ബാലൻസ് അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കിയാൽ മറക്കണ്ട. പെട്ടെന്ന് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. എന്ന് വെച്ചാൽ അല്ലാത്ത പക്ഷം ഇവർക്ക് കുറച്ച് സർവീസബിൾ പിൻകോഡ് സർവീസബിൾ ഇഷ്യൂസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധനം അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കിട്ടുന്ന ഒരു കാർഡാണ് കേട്ടോ. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ IDFC ബാങ്കിൻ്റെ ഫസ്റ്റ് ക്ലാസിക് ക്രെഡിറ്റ് കാർഡാണ്. ഇത് നമുക്കിപ്പോൾ ലെഫ്റ്റ് ടൈം ഫ്രീ ആയിട്ട് സീറോ ബാലൻസ് ആയിട്ട് നമുക്ക് ലെഫ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് പേടിഎമ്മിൽ 20% ഓഫ് ഓൺ മൂവീസിൽ, അതുപോലെ തന്നെ ഡൈനിങ്ങിൽ 20% ഓഫ്, കോംപ്ലിമെൻ്ററി ആയിട്ട് എയർപോർട്ട് ലോഞ്ചസും റെയിൽവേ ലോഞ്ചസും കാര്യങ്ങളൊക്കെ ഇതിലൂടെ കിട്ടുന്നുണ്ട്. ക്രൈറ്റീരിയ വരുന്നുണ്ട് സെപ്പറേറ്റ്, അത് വേറെ കാര്യം. പക്ഷേ കുഴപ്പമില്ലാത്ത അത്യാവശ്യം അപ്രൂവൽ ആയിട്ട് കൂടുതൽ കിട്ടുന്ന ഈ രണ്ട് കാർഡിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത അപ്രൂവൽ ആയിട്ട് വരുന്ന സാധനമാണ് കേട്ടോ. കമ്പാരിറ്റീവ്ലി ബാക്കിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ IndusInd ബാങ്കിൻ്റെ പ്ലാറ്റിനം കാർഡും അതുപോലെ തന്നെ IDFC ബാങ്കിൻ്റെ ഫസ്റ്റ് ക്ലാസിക് കാർഡും എക്സെപ്റ്റ് നിങ്ങൾക്ക് പിൻകോഡ് ഇഷ്യൂ ആണെങ്കിൽ മാത്രം കിട്ടില്ല. പിന്നെ HSBCയുടെ വിസ പ്ലാറ്റിനം കാർഡും നമുക്ക് സീറോ ബാലൻസ് അക്കൗണ്ട് ആയിട്ട് കിട്ടും. സീറോ ബാലൻസ് LFT ആയിട്ട് നമുക്കിപ്പോൾ കാർഡ് കിട്ടുന്നുണ്ട്. ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ഓൺ മൂവി ടിക്കറ്റ് ഓൺ ബുക്ക് മൈ ഷോ ഓഫറൊക്കെ ഈ സാധനത്തിൽ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും നിങ്ങൾക്ക് ട്രൈ നോക്കിയേക്കാം. നിങ്ങളൊരു എന്താ പറയുക എറണാകുളത്തെ ഏരിയയിൽ മെയിൻ ഏരിയസിലൊക്കെ ആണെങ്കിൽ നമുക്ക് HSBC സർവീസബിൾ ആണ്. HSBC എന്ന് പറയുന്നൊരു ഹോങ്കോങ് ബാങ്കാണ്, ഇന്റർനാഷണൽ ബാങ്കാണ്. അപ്പോൾ ഇതെല്ലാ സ്ഥലത്തും കിട്ടില്ല. നമ്മുടെ അമേരിക്കൻ എക്സ്പ്രസ് പോലെ തന്നെ അമേരിക്കൻ എക്സ്പ്രസ് പിന്നെ മിക്ക സർവീസബിൾ ആയിട്ടുണ്ട്. പക്ഷേ HSBC ഭയങ്കര ലിമിറ്റഡ് ആണ്. അപ്പോൾ മെയിൻ പിൻകോഡുകൾ മാത്രം അപ്ലൈ ചെയ്ത് നോക്കാട്ടോ. അടുത്തെന്ന് പറയുന്നത് നമ്മുടെ RBL ബാങ്കിൻ്റെ ഷോപ്പറേറ്റ് കാർഡും ഇപ്പോൾ സീറോ ബാലൻസ് അക്കൗണ്ട് എപ്പോഴും അക്കൗണ്ടൊക്കെ എന്ന് പറഞ്ഞത് സീറോ ബാലൻസ് അക്കൗണ്ട് ക്രെഡിറ്റ് കാർഡായിട്ട് കൊടുക്കുന്നുണ്ട് LFT ആയിട്ട്. ഇതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എൻട്രി ലെവൽ കാർഡ് എന്ന് വേണമെങ്കിൽ നമ്മുടെ എന്താ പറയുക ഒരു RBL ബാങ്ക് കാർഡുകളിൽ കുഴപ്പമില്ലാത്തൊരു കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. ബുക്ക് മൈ ഷോയിൽ നമുക്ക് 10% ഓഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിൽ. അതുപോലെ തന്നെ 20 റിവാർഡ് പോയിന്റ് ആണ് പെർ 100 റുപ്പീസ് സ്പെൻഡൊക്കെ. കുഴപ്പമില്ലാണ്ട് കിട്ടുന്ന ഒരു കാർഡാണ്. നിങ്ങൾക്ക് RBL ബാങ്കിൻ്റെ ഓഫറൊക്കെ ആമസോണിലൊക്കെ വരുമ്പോൾ ഈ കാർഡിൽ കിട്ടും. അങ്ങനെ ഒരു ഗുണം സംഭവം ഉണ്ട്, കുഴപ്പമില്ലാത്ത കാർഡാണ്. പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന കാർഡ് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ യെസ് ബാങ്കിൻ്റെ പോപ്പ് ക്ലബ് ക്രെഡിറ്റ് കാർഡാണ്. പോപ്പ് ആപ്പ് ഉണ്ടല്ലോ, പോപ്പ് എന്നൊരു ആപ്പ് ഉണ്ട്. ഞാൻ ഓൾറെഡി മുമ്പ് പറഞ്ഞാൽ നമുക്ക് UPI ആപ്പാണത്. അത് ബേസ് ചെയ്തിട്ട് വരുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ്. നമുക്കൊരു റുപ്പേ വേനലിൽ വരുന്നതാണ്, UPI ക്രെഡിറ്റ് കാർഡാണ്. കുഴപ്പമില്ലാത്തൊരു എന്താ പറയുക റിവാർഡ് റേറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ കിട്ടുന്ന നമുക്ക് പോപ്പ് കോയിൻസ് ആണ് കിട്ടുക. അത് നമുക്ക് ഫുള്ളി റിഡീം ചെയ്യാൻ പറ്റില്ല. നമുക്ക് അതുകൊണ്ട് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു ആപ്പിൽ കൂടെ കുഴപ്പമില്ല, ഒരു ബിലോ ആവറേജ് എന്നൊക്കെ വേണമെങ്കിൽ സാധനം പറയാം. പക്ഷേ സീറോ ബാലൻസ് അക്കൗണ്ട് അപ്പോൾ അത്യാവശ്യം നമുക്ക് ലിമിറ്റും കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കി നോക്കാം, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. താഴെ കൊടുത്തിട്ടുണ്ട്. ഇത് പറയുന്ന സംഭവത്തിന് എല്ലാത്തിനും ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. സെറ്റാപ്പിൻ്റെ ലിങ്കുകളാണ്. പിന്നെ നിങ്ങളൊരു സെൽഫ് എംപ്ലോയ്ഡ് ആയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ HDFC ബാങ്കിൻ്റെ ബിസിനസ് ഫസ്റ്റ് ക്രെഡിറ്റ് കാർഡാണ്. ഇത് നമുക്ക് സീറോ ബാലൻസ് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടുന്നത്. ആമസോൺ സ്വിഗ്ഗി വൗച്ചർ വർത്ത് ₹250 സംഭവം കിട്ടുന്നുണ്ട്. 7.5% ഓഫ് ഓൺ സ്വിഗ്ഗി ഡൈൻ ഔട്ട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കുഴപ്പമില്ലാത്തൊരു റുപ്പേ വേനലിൽ വരുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് UPI ഉപയോഗിക്കാൻ പറ്റും. HDFC ബാങ്കിൻ്റെ കാർഡാണ് കേട്ടോ. ബേസിക് നോർമൽ HDFC ബാങ്കിൻ്റെ കാർഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് HDFC കാർഡ് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ കാർഡ് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. പിന്നെ സീറോ ബാലൻസ് അക്കൗണ്ട് എപ്പോഴും സീറോ ബാലൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത് അവയ്ക്ക് മനസ്സിലാവുന്നില്ല ഇടയ്ക്കൊക്കെ. പിന്നെ നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടുന്ന വേറെ കാർഡാണ് നമ്മുടെ യൂണി NX വേവ് ക്രെഡിറ്റ് കാർഡ്. ഇതിപ്പോൾ 1% ക്യാഷ് ബാക്ക് ഓൺ ഓൾ സ്പെൻഡിങ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഡിസ്കൗണ്ട് ഓൺ സൊമാറ്റോ, AJIO, സ്വിഗ്ഗി എക്സെട്ര.
യൂണിക്കാർഡ് യൂണിപേ ലേറ്റർ ഒക്കെ വന്നിട്ടുണ്ടല്ലോ അവരുടെ കാറാണ് NX എന്ന് പറയുന്നത്. ഇതും NX Wave എന്ന് പറഞ്ഞാൽ യെസ് ബാങ്ക് ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ഒരു കാറാണ്. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഇപ്പോൾ അപ്രൂവൽ ആയിട്ട് വരുന്നത് ഈ കാർഡുകൾക്ക് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കി നോക്കാം. ഭയങ്കര വലിയ റിവാർഡായിട്ടും കാര്യങ്ങളൊന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ലാത്ത ഒരു ആവറേജ് കാർഡ്, അത്യാവശ്യം ലിമിറ്റും കിട്ടുന്നുണ്ട്. അതാണ് ഒരു മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ഈ NX Wave കാർഡിനും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോപ്പപ്പ് കാർഡിനൊക്കെ ലിമിറ്റ് അത്യാവശ്യം നോർമൽ കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്ത LFT ആയിട്ട് വരുന്ന കാർഡ് നമ്മുടെ AU ബാങ്കിന്റെ LIT ലിറ്റ് ക്രെഡിറ്റ് കാർഡാണ്. ഇത് നമുക്ക് AU ബാങ്ക് സർവീസബിൾ ആയിട്ടുള്ള പിൻകോഡുകളിലൊക്കെ ഈ കാർഡ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഫിൻകെയർ ബാങ്കും ഇപ്പോൾ AU ബാങ്കാണ്. അപ്പോൾ അവരുടെ ബ്രാഞ്ചുള്ള സ്ഥലത്തും ഒരു 3 കിലോമീറ്റർ അണ്ടറിൽ വരുന്ന ഏരിയയിലാണെങ്കിൽ നിങ്ങൾക്ക് കാർഡ് കിട്ടും കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാർഡാണ് AU ബാങ്കിന്റെ ലിറ്റ് കാർഡ്. നമുക്ക് 3 month ഫ്രീ ആമസോൺ പ്രൈം Z5 മെമ്പർഷിപ്പ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഡൊമസ്റ്റിക് ലോഞ്ചസ് ഒക്കെ ഈ സാധനങ്ങളോട് കിട്ടുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാർഡ് തന്നെയാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കി നോക്കാം. ഇപ്പം എനിക്ക് ആക്ച്വലി എൻ്റെ AU ബാങ്ക് നമുക്കിപ്പോൾ തൃശ്ശൂർ വന്നിട്ടുണ്ട്. അതായത് ഫിൻകെയർ ബാങ്ക് AU ബാങ്ക് ആയിട്ടുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ പിൻകോഡിൽ നിന്ന് ഒരു 5-6 കിലോമീറ്റർ ഉണ്ട്. അതുകൊണ്ട് എനിക്കിപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാർഡാണ് AU ബാങ്കിൻ്റെ കാർഡ്. പിന്നെ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ആൻഡ് ഫ്രീ ആയിട്ട് വരുന്നത് നമ്മുടെ ജൂപ്പിറ്റർ എഡ്ജ് CSB റുപേ ക്രെഡിറ്റ് കാർഡാണ്, UPI ക്രെഡിറ്റ് കാർഡാണ്. ഞാൻ ഓൾറെഡി ഇതിൻ്റെ റീസെൻ്റ്ലി അൺബോക്സിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതിൻ്റെ കിട്ടുന്ന റിവാർഡ് പോയിന്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആമസോൺ വോച്ചറും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും. കുഴപ്പമില്ലാത്തൊരു കാർഡാണ്. CSB ബാങ്കിൻ്റെയാണ്, കാത്തോലിക് സിറിയൻ ബാങ്കിൻ്റെ. അത്യാവശ്യം നല്ല ലിമിറ്റും കുഴപ്പമില്ലാണ്ട് കിട്ടുന്നുണ്ട്. കുഴപ്പമില്ലാത്ത കാർഡാണ്. ട്രൈ ചെയ്ത് നോക്കിയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് അപ്രൂവൽ ആയിട്ടും ഉണ്ട് സാധനത്തിന്. പിന്നെ അടുത്തൊരു UPI കാർഡാണ് നമ്മുടെ യെസ് ബാങ്കിൻ്റെ റിയോ UPI കാർഡ്. അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ യെസ് ബാങ്കിൻ്റെ ടൈപ്പ് ആയിട്ട് വരുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ലിമിറ്റും കിട്ടുന്നുണ്ട്. നമുക്ക് UPI എനേബിൾഡ് കാർഡാണ്. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ക്യാഷ് ബാക്ക് UPI സ്പെൻസിനും UPI സ്പെൻസിനും നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൽ ഫിസിക്കൽ കാർഡും കിട്ടും. UPI ഡിജിറ്റൽ കാർഡ് മാത്രമല്ല ഫിസിക്കൽ കാർഡും സാധനം കിട്ടും കേട്ടോ. അതും കുഴപ്പമില്ലാത്തൊരു കാർഡ്. പിന്നെ വരുന്ന ലാസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡാണ് നമ്മുടെ BOB കാർഡ്, EC ക്രെഡിറ്റ് കാർഡ്, ബാങ്ക് ഓഫ് ബറോഡയുടെ EC ക്രെഡിറ്റ് കാർഡ്. ഇത് നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് ഇപ്പോൾ കിട്ടുന്നുണ്ട്. 5 points per 100 rupees സ്പെൻസ് ഓൺ മൂവി ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറൊക്കെ വരുന്നുണ്ട്. ഫ്യൂൽ സർചാർജ് വേവ് ഫണ്ട്. കുഴപ്പമില്ലാത്ത കാർഡുകളാണ്. ഈ പറഞ്ഞ കാർഡുകളൊക്കെ ഭയങ്കര കിടിലൻ ആയിട്ട് റിവാർഡ് പോയിന്റ് തരുന്ന കാർഡുകളൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ കുഴപ്പമില്ലാത്ത അത്യാവശ്യം ലിമിറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു കാർഡുകളെന്ന് വേണമെങ്കിൽ പറയാത്ത സാധനങ്ങൾ. അപ്പോൾ കൊറോണായിപ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ക്വിക്കായിട്ട് പറയുന്നത്. അല്ലെങ്കിൽ ഭയങ്കര ലേറ്റ് ആവും എല്ലാ ഡീറ്റെയിൽസും പറയാൻ പോയി കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ച് സെപ്പറേറ്റ് പറഞ്ഞേക്കെന്താണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്ലൈ ചെയ്യുമ്പോൾ ലിങ്ക് ത്രൂ അപ്ലൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൊടുത്തായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ പേര് നമ്മുടെ 2 ചാനൽസ് കാണുന്നവർക്ക് കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമുക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ. എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ എല്ലാ കമൻറ്റ് പോകുന്നതാണ്. നമ്മുടെ 3ാമത്തെ ചാനൽ ജസ്റ്റ് ബോൾ കാണുന്നവർക്ക് കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അടുത്ത കാണാം.